നമ്മുടെ ഓർക്കിഡിൻ്റെ പൂക്കാലം തുടങ്ങുന്നത് ശരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം തൊട്ടാണ്. അത് തുടങ്ങും മുന്നേ തന്നെ ഇത്രയും നല്ലവണ്ണം ഫ്ലവർ ചെയ്യുന്നു കണ്ടോ. യായ കോമ്പാക്റ്റൊക്കെ ഇനി ഫ്ലവർ ചെയ്യാൻ സ്ഥലമില്ലാത്ത പോലെയാണ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. ഇനി ഒരുപാട്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അതിങ്ങനെ ഫ്ലവർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മാസം ഇതുപോലെ നിറഞ്ഞു നിന്ന് കുറേ പൊഴിഞ്ഞിട്ട് ജൂലൈ തൊട്ടേ തുടങ്ങിയതാണ് അത് ഫ്ലവർ ചെയ്യാനായിട്ട്. ഇപ്പം അടുത്ത സ്റ്റെപ്പ്, ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ മുട്ട് വന്ന് നിൽക്കുന്നു. നല്ലതായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയായി യായ കോമ്പാക്റ്റ്. അതൊരു തടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓർക്കിഡ് വളർത്താൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. എൻ്റേതൊരു കുഞ്ഞു ബാൽക്കണിയാണ്. ആ ബാൽക്കണിയുടെ അറ്റത്താണ് ഞാൻ ഇത് കൊണ്ട് വെച്ചിരിക്കുന്നത്. തടിയിലൊരു 5-6 ചെടി ഒന്നിച്ച് വെച്ച് കെട്ടിവെച്ചു. ഇപ്പം നല്ലതായിട്ട് അതങ്ങ് ഫ്ലവർ ചെയ്യുന്നു. അതിന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇത് വേറൊരു തടിയിൽ വെച്ച് കെട്ടിയിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു 7-8 കളർ ഒന്നിച്ച് വെച്ചിരിക്കുന്നു. അത് ഒറ്റ കളർ മാത്രം വെച്ചു. ഇതൊക്കെ ചെറിയ മറ്റേ തൂക്കിയിടുന്ന ചട്ടിയിലുള്ള ചെടികളാണ്. അതും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്ഥലത്താണ് ഞാൻ ഇതൊക്കെ വളർത്തുന്നത്. പിന്നെ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് അങ്ങോട്ടിട്ട് മാറ്റി വെക്കാനൊക്കെ വെയിറ്റ്, നമ്മളധികം മണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് വെയിറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് അങ്ങോട്ടിട്ട് മാറ്റി വെക്കാം. പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കെയർ ചെയ്യണമെന്ന് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസം വളം കൊടുക്കാമെങ്കിൽ നല്ലതാണ്. വളം കുറഞ്ഞ അളവിലേ കൊടുക്കാവൂ, കൂടുതൽ കൊടുക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ആ കുറഞ്ഞ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ഫ്ലവർ ചെയ്യും. ഇത് വേറൊരു 10 കളർ ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ് വേറൊരു ഇതിനകത്ത്. അപ്പം നമുക്ക് കുറച്ച് സ്ഥലത്ത് ഒത്തിരി പൂ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലതായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും. നിറച്ച് ഫ്ലവർ കാണുന്നതേ നമുക്കൊരു പോസിറ്റീവല്ലേ. നല്ല വെയിലും വായു സഞ്ചാരവും ഇതിന് മസ്റ്റാണേ. അപ്പോഴാണ് നല്ലവണ്ണം ഫ്ലവർ ചെയ്യുന്നത്. കണ്ടോ, അതൊരു കാറ്റ്ലിയയാണ്, ഫ്രാൻസിസ് ഫോക്സ് എന്ന് പറഞ്ഞൊരു കാറ്റ്ലിയ. ഓറഞ്ച് കളറാണ്. അതും ശരിക്കും ഫ്ലവർ ചെയ്ത് 2-3 സ്പൈക്ക് അതിനകത്ത് ഒന്നിച്ച് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. ഇത് നമ്മുടെ എപ്പിഡെൻഡ്രോം എന്ന് പറയുന്ന നമ്മുടെ തെറ്റിപ്പൂവിൻ്റെ കൊല പോലെ, അങ്ങനെയാണ് അതിൻ്റെ ഇത് കാറ്റഗറി, അങ്ങനത്തെ കാറ്റഗറിയാണ്. അങ്ങനെയാണ് ഇത് പൂക്കുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ പീച്ച് കളറ്. കണ്ടോ, അതൊരു സീസർ യെല്ലോ. അതെല്ലാം ഞാൻ തടിയിലാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. നമുക്ക് സ്ഥലം കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെടിയെ മാനേജ് ചെയ്ത് വളർത്തിയാൽ നമുക്ക് ഒത്തിരി കളറ് നമ്മുടെ മുറ്റത്ത് വെക്കാൻ പറ്റും. ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ സെയിലിനായിട്ടുള്ള ഡെൻഡ്രോബിയവും പിന്നെ കുറച്ച് ഫെലനോപ്സിസും ഉണ്ട്. ഫെലനോപ്സിസ് കുറേ വിറ്റ് പോയി, ബാക്കി ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇത് കണ്ടോ, അതൊരു നല്ല ഡ്രാഗൺ വെറൈറ്റിയാണ്, ട്രൈ കളർ വരുന്നത്. ഫെലനോപ്സിസിൻ്റെ ഒക്കെ നല്ല വലിയ ഫ്ലവേഴ്സ് തന്നെയാണ് ഇപ്പോഴും വന്നത്. കണ്ടത് പോൾക്ക ഡോട്ട്സ്, ഡോട്ടുള്ള ഒന്ന്.